മലയാള ചലച്ചിത്ര രംഗത്ത് 4 പതിറ്റാണ്ടുകളായി സജീവമായി അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന നടനാണ് മോഹൻലാൽ. 2 തവണ മികച്ച നടനുള്ളതടക്കം 5 ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ മോഹൻലാൽ സ്വന്തമാക്കിയിട്ടുണ്ട്. മലയാളത്തിന് പുറമെ തമിഴ്, ഹിന്ദി, തെലുങ്ക്, കന്നഡ തുടങ്ങിയ ഭാഷകളിലുള്ള ചലച്ചിത്രങ്ങളിലും ലാൽ അഭിനയിച്ചിട്ടുണ്ട്. അഭിനയത്തിനു പുറമെ ഏതാനും ചലച്ചിത്രങ്ങളിൽ പിന്നണി ഗായകനായും അദ്ദേഹം തിളങ്ങിയിട്ടുണ്ട്. ഇന്ത്യൻ ചലച്ചിത്ര മേഖലയ്ക്ക് നൽകിയ സംഭാവനകൾ പരിഗണിച്ച് 2001 അദ്ദേഹത്തിന് രാജ്യത്തെ 4ാമത്തെ ഉയർന്ന സിവിലിയൻ ബഹുമതിയായ പത്മശ്രീ പുരസ്കാരവും 2019 രാജ്യത്തെ 3ാമത്തെ ഉയർന്ന സിവിലിയൻ ബഹുമതിയായ പത്മഭൂഷൺ ബഹുമതിയും നൽകി ഭാരത സർക്കാർ ആദരിച്ചു. 2009 ഇന്ത്യൻ ടെറിട്ടോറിയൽ ആർമിയിൽ ലഫ്റ്റനന്റ് കേണൽ പദവി അദ്ദേഹത്തിന് ലഭിച്ചു. ചലച്ചിത്ര ലോകത്തിനും സംസ്കൃത നാടകത്തിനും നൽകിയ സംഭാവനകളെ മാനിച്ച് കാലടി ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാല ഡോക്ടറേറ്റ് നൽകിയും മോഹൻലാലിനെ ആദരിച്ചിട്ടുണ്ട്. 1980, 90 കാലഘട്ടങ്ങളിൽ അഭിനയിച്ച ചലച്ചിത്രങ്ങളിലൂടെയാണ് മോഹൻലാൽ ശ്രദ്ധേയനായി മാറിയത്. നമുക്ക് പാർക്കാൻ മുന്തിരിത്തോപ്പുകളിലെ സോളമൻ, നാടോടിക്കാറ്റിലെ ദാസൻ, തൂവാനത്തുമ്പികളിലെ ജയകൃഷ്ണൻ, മണിച്ചിത്രത്താഴിലെ ഡോക്ടർ സണ്ണി, ചിത്രത്തിലെ വിഷ്ണു, ദശരഥത്തിലെ രാജീവ് മേനോൻ, കിരീടത്തിലെ സേതുമാധവൻ, ഭരതത്തിലെ ഗോപി, ദേവാസുരത്തിലെ മംഗലശ്ശേരി നീലകണ്ഠൻ, ഇരുവറിലെ ആനന്ദ്, വാനപ്രസ്ഥത്തിലെ കുഞ്ഞിക്കുട്ടൻ, സ്ഫടികത്തിലെ ആടുതോമ, തന്മാത്രയിലെ രമേശൻ നായർ, പരദേശിയിലെ വലിയകത്ത് മൂസ, ഭ്രമരത്തിലെ ശിവൻകുട്ടി തുടങ്ങിയവ മോഹൻലാലിന്റെ അഭിനയ ജീവിതത്തിലെ ശ്രദ്ധേയമായ കഥാപാത്രങ്ങളാണ്. 1996 മുതൽ പിന്നീട് ഇങ്ങോട്ടുള്ള കാലഘട്ടത്തിൽ മോഹൻലാലിന്റെ പ്രശസ്തിയും നായക പദവിയും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നിർമ്മാതാക്കളും സംവിധായകരും ലാലിനു വേണ്ടി ചിത്രങ്ങൾ നിർമ്മിച്ചു. ഇതിൽ പലതും ലാലിന് ഒരു അസാമാന്യ നായക പദവി കൊടുത്തുകൊണ്ട് നിർമ്മിച്ച ചിത്രങ്ങളായിരുന്നു. 6-ാം തമ്പുരാൻ, ഉസ്താദ്, നരസിംഹം, പ്രജ, നരൻ എന്നിങ്ങനെയുള്ള ചിത്രങ്ങൾ. ഒരു സൂപ്പർ സ്റ്റാർ എന്ന പദവി പൂർണ്ണമായും പ്രയോജനപ്പെടുത്തുന്ന ചിത്രങ്ങളായിരുന്നു ഇവ. ഈ നിരയിൽ ആദ്യ ചില ചിത്രങ്ങൾ വിജയിച്ചെങ്കിലും പിന്നീട് പല ചിത്രങ്ങളും പരാജയപ്പെടുകയും ധാരാളം വിമർശനങ്ങൾക്ക് വിധേയമാവുകയും ചെയ്തു. 90കളുടെ അവസാനത്തിൽ പ്രിയദർശൻ സംവിധാനം ചെയ്ത കാലാപാനി എന്ന ചിത്രം ഇതിൽ നിന്ന് വ്യത്യസ്തമായി വിജയിച്ചു. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ പശ്ചാത്തലത്തിൽ ബ്രിട്ടീഷ് രാജവംശം ആൻഡമാൻ നിക്കോബർ ദ്വീപിലെ ജയിലിലടയ്ക്കുന്ന പോരാളികളുടെ കഥ പറയുന്ന ഈ ചിത്രം ദേശീയ തലത്തിലും ശ്രദ്ധേയമായ ഒരു ചിത്രമായി മാറി. 1997 രാജീവ് അഞ്ചൽ സംവിധാനം ചെയ്ത് മോഹൻലാൽ അഭിനയിച്ച് പുറത്തിറങ്ങിയ ചിത്രമായിരുന്നു ഗുരു. വർഗീയ ലഹളയെയും ആത്മീയതയെയും ചർച്ച ചെയ്ത ഈ ചിത്രം ഓസ്കാർ അവാർഡിന് വേണ്ടിയുള്ള വിദേശ ചിത്രങ്ങളുടെ പട്ടികയിൽ ഇടം നേടി. അതേ വർഷത്തിൽ തന്നെ മമ്മൂട്ടിയോടൊപ്പം തുല്യ നായക പ്രാധാന്യമുള്ള ഹരികൃഷ്ണൻസ് എന്ന ചിത്രത്തിലും ലാൽ അഭിനയിച്ചു. ഫാസിൽ സംവിധാനം ചെയ്ത ഈ ചിത്രം വൻ വിജയമായിരുന്നു. 2006 ബ്ലസ്സി സംവിധാനം ചെയ്ത തന്മാത്ര എന്ന ചിത്രത്തിലൂടെ മികച്ച നടനുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം മോഹൻലാലിന് ലഭിച്ചു. 2007 പുറത്തിറങ്ങിയ പരദേശി എന്ന ചിത്രം സാമ്പത്തികമായി പരാജയം ആയിരുന്നെങ്കിലും മികച്ച നടനുള്ള കേരള സംസ്ഥാന സർക്കാരിന്റെ പുരസ്കാരവും ഫിലിം ഫെയർ പുരസ്കാരവും ക്രിട്ടിക്സ് അവാർഡും ലാലിന് നേടിക്കൊടുത്ത ചിത്രമാണ്. 1997 മോഹൻലാൽ മണിരത്നം സംവിധാനം ചെയ്ത ഇരുവർ എന്ന തമിഴ് ചിത്രത്തിൽ അഭിനയിക്കുന്നത്. ലോകസുന്ദരിയായിരുന്ന ഐശ്വര്യ റായ് ആയിരുന്നു ഈ ചിത്രത്തിൽ നായിക. ചിത്രത്തിൽ എംജിആറിന്റെ വേഷത്തിലാണ് മോഹൻലാൽ അഭിനയിച്ചത്. ഐശ്വര്യ റായിയുടെ ആദ്യ ചിത്രമായിരുന്നു ഇത്. ഇതിനുശേഷമാണ് മോഹൻലാൽ അന്യഭാഷാ ചിത്രങ്ങളിൽ ശ്രദ്ധേയനായി മാറുന്നത്. 2002 ബോളിവുഡ് ചിത്രമായ കമ്പനി എന്ന ചിത്രത്തിലൂടെ മോഹൻലാൽ ഹിന്ദിയിലും തന്റെ അരങ്ങേറ്റം കുറിച്ചു. ഈ ചിത്രത്തിലെ അഭിനയത്തിന് ഇന്റർനാഷണൽ ഇന്ത്യൻ ഫിലിം അക്കാദമിയുടെ നല്ല സഹനടനുള്ള അവാർഡും മോഹൻലാലിന് ലഭിച്ചു. 2009 ഉലകനായകൻ കമലഹാസനോടൊപ്പം തമിഴിൽ ഉന്നേപ്പോൽ ഒരുവൻ എന്ന ചിത്രത്തിലും ലാൽ അഭിനയിച്ചു. ഒരു ഹിന്ദി ചിത്രമായ എ വെനസ്ഡേ എന്ന ചിത്രത്തിന്റെ തമിഴ് പതിപ്പായിരുന്നു ഈ ചിത്രം. തമിഴിൽ മോഹൻലാൽ അഭിനയിച്ച കഥാപാത്രം ഹിന്ദിയിൽ അനുപം ഖേറാണ് അവതരിപ്പിച്ചത്. 2014 പുറത്തിറങ്ങിയ തമിഴ് ചലച്ചിത്രം ജില്ലയിൽ വിജയ്ക്കൊപ്പം നായകതുല്യമായ വേഷത്തിലും മോഹൻലാൽ അഭിനയിച്ചിട്ടുണ്ട്. 1978 മുതൽ 46 വർഷക്കാലം മലയാള സിനിമയുടെ മുഖമായിരിക്കുന്ന നടൻ, ദ കംപ്ലീറ്റ് ആക്ടർ, നമ്മുടെ സ്വന്തം ലാലേട്ടൻ. തന്റെ 46 വർഷത്തെ അഭിനയ ജീവിതത്തിലൂടെ എണ്ണമറ്റ കഥാപാത്രങ്ങൾ, അഭിനയത്തിന്റെ മാന്ത്രിക സ്പർശത്താൽ തന്റെ കഥാപാത്രങ്ങളിലൂടെ ചിരിപ്പിച്ചും ചിന്തിപ്പിച്ചും കരയിപ്പിച്ചും മലയാളികളെ ഞെട്ടിപ്പിക്കുകയാണ്. മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ മുതൽ മലൈക്കോട്ടെ വാലിബൻ വരെ 350-ൽ പരം ചലച്ചിത്രങ്ങൾ അഭിനയിച്ചു കഴിഞ്ഞു മോഹൻലാൽ. ഇനിയും റിലീസ് കാത്തിരിക്കുന്നത് വൻ ബജറ്റിൽ ഒരുങ്ങുന്ന ബ്രഹ്മാണ്ഡ ചിത്രങ്ങൾ. ഒപ്പം സ്വന്തം സംവിധാന സംരംഭമായ ബറോസും. ആ മോഹൻലാൽ മാജിക്കിനായി കാത്തിരിക്കുകയാണ് ആരാധകരും പ്രേക്ഷകരും ഇപ്പോൾ. മലയാള സിനിമയിലെ പുത്തൻ വാർത്തകളും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി.